ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കസിൻസിൻ്റെ കൂടെ ഒരു ഡേ ഔട്ട് അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ചർച്ച തുടങ്ങി, എങ്ങോട്ടാണ് പോകണ്ടേ, എങ്ങനെയാണ് പോകണ്ടേന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക് കിട്ടി. അപ്പോൾ ആ ചാമ്പയ്ക്ക് കഴിച്ചുകൊണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ചർച്ച മൊത്തം. അങ്ങനെ നമ്മളെല്ലാം തീരുമാനിച്ച് നമ്മളെല്ലാവരും ഇറങ്ങി. ഇതാണ് കുട്ടാപ്പൂൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് മേമ അവന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഡ്രസ്സാണ്. അങ്ങനെ നമ്മൾ 4 ടൂ വീലറിൽ 4 ടീമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമുക്ക് ടൂ വീലറിൻ്റെ ട്രിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ കുട്ടും ലൂക്കാച്ചിനൊക്കെ വേറൊരു ടൂ വീലറിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഉച്ച സമയമായ കാരണം എല്ലാവർക്കും നന്നായി വിശന്നു തുടങ്ങി. പിന്നെ കുട്ടികളും കൂടി ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പാലിയേക്കര എത്തുന്നതിന് മുമ്പ് ഒരു ഹോട്ടൽ ആര്യാസിലാണ് കയറിയത്. വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. കാരണം നോമ്പ് സമയമാണല്ലോ, നമുക്ക് നോമ്പില്ലെങ്കിലും കൂടെയുള്ളവർക്ക് നോമ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം 4 ടീമായിട്ട് വന്ന കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും പല സമയത്താണ് എത്തിയത്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ മീൽസാണ് കുറച്ച് പേര് ഓർഡർ ചെയ്തത്. ആ ഒരു താലി സ്റ്റൈൽ മീൽസാണ് അവർ നമുക്ക് സെർവ് ചെയ്തത്. ചോറ്, സാമ്പാർ, പായസം, രസം, അതുപോലെ കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ മോരിക്കറി, അങ്ങനെ ഒരു താലി സ്റ്റൈലിലാണ് അവർ മീൽസ് സെർവ് ചെയ്തത്. കൊണ്ടാട്ടം അച്ചാർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഓക്കെ ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു പെർഫെക്റ്റ് മീൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മീൽസ് കഴിക്കാത്തവർ പിന്നെ വെജിറ്റബിൾ ബിരിയാണിയും അതേപോലെ തന്നെ പനീർ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വന്നപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു. ബിരിയാണിയും നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ എന്ന് അതും പറയാം. പക്ഷേ നമുക്ക് വിശപ്പുള്ളത് കാരണവും ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങില്ലല്ലോ എന്നുള്ളൊരു വിചാരത്തിലും നമ്മൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. പിള്ളേർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഓർഡർ ചെയ്താൽ അവർ ഫുള്ളും കഴിക്കില്ല. അപ്പോൾ നമ്മുടെയും തന്നെ ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ചോദിച്ചപ്പോൾ അവർ കൊണ്ടുവന്നത് എന്താണ്, ഗോപി 65. പക്ഷേ അതും ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന കോളിഫ്ലവർ ഫ്രൈഡ് അത്രയ്ക്കൊരു ക്വാളിറ്റി ഇതിനുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വേഗം നമ്മൾ ഇറങ്ങി. അപ്പോൾ ആ കാണുന്ന ഒരു ഷോപ്പ് ഒരു ടോയ് ഷോപ്പാണ്. നമ്മുടെ ലൂക്കാച്ചൻ ആ ടോയ് ഷോപ്പിലൊരു കാറ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ കരച്ചിൽ കുറച്ചധികം നേരം അതിന് വേണ്ടിയിട്ടൊരു കരച്ചിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവനെ ആശ്വസിപ്പിച്ചൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവനൊരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവൻ അമ്മയുടെ ഒക്കത്ത് കയറിയിരുന്ന് വാശി പിടിക്കുകയാണ്, അത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ കരച്ചിൽ കണ്ട് കളിയാക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആരൊക്കെ ഏതൊക്കെ വണ്ടിയിൽ പോകണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ കുട്ടാപ്പൂനൊക്കെ അതേതി ഉറക്കം വരുന്നുണ്ട്. കാരണം കുട്ടാപ്പൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാറുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടാപ്പന് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. അങ്ങനെ ടൂ വീലറിൽ പോണതിൻ്റെ ഇടയിലൊക്കെ കുട്ടാപ്പ് ഉറങ്ങി. വെയിലുണ്ടായിരുന്നു, പക്ഷെ അതൊരു ഭയങ്കര ചൂടായിട്ടുള്ളൊരു വെയിലല്ലായിരുന്നു. കാരണം മഴക്കാറുള്ള കാരണം ആ ഒരു വെയിലിനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയി. അങ്ങനെ നമ്മളിതാ അതിരപ്പള്ളി റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വഴി വരുന്നത് കാരണം ടൂ വീലറിലുള്ള ഈ ഒരു യാത്ര നമുക്ക് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾക്ക് ഇവിടെയാണ് കുട്ടുവിൻ്റെ വീട്. അപ്പം നമ്മൾ ഇടയ്ക്ക് പല ആവശ്യങ്ങൾക്കും വരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു ത്രില്ല് കാരണം നമ്മൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത് ഗൈസ് തുമ്പൂർമുഴിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത്രയും വലിയൊരു ബിൽഡപ്പ് കൊടുക്കണമെന്ന്. പക്ഷെ നമുക്കങ്ങനെ കൊച്ചു കൊച്ചുള്ള സന്തോഷങ്ങളാണ് നമ്മുടെ വലിയ സന്തോഷം. അങ്ങനെ നമ്മൾ തുമ്പൂർമുഴി മെയിൻ എൻട്രൻസ് വഴിയല്ല വന്നത്. വെള്ളക്കെട്ടിലേക്ക് കടക്കാനായിട്ട് ഒരു ചെറിയൊരു എൻട്രൻസ് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കിടന്നത്. നമ്മൾ മാത്രമല്ല വേറെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വന്ന് കഴിക്കുകയാണ് ചെയ്തത്. നമുക്ക് പിന്നെ പിള്ളേരൊക്കെ ഉള്ള കാരണം ആ ഒരു സാഹസത്തിന് നമ്മൾ മുതിർന്നില്ല. നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ ആൻറ്റിയുടെ കാലുമ്പോൾ ചെറിയ മുറിവുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി കാലിങ്ങനെ എത്താ പത്ത എന്നുള്ള രീതിയിലാണ് ആൻറ്റി നടക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളക്കെട്ട് കണ്ട ഉടനെ തന്നെ നമ്മുടെ പിള്ളേർ ഓടാനായിട്ട് തുടങ്ങി. നമ്മളെല്ലാവരും ഇങ്ങനെ മുറുക്കെ പിടിച്ചേക്കാണ്. കാരണം എല്ലാം ഈ ചോട്ടാസാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരെയും കൈപിടിച്ച് ആൻറ്റീനെയും കൈപിടിച്ച് നമ്മളങ്ങനെ വെള്ളക്കെട്ടിലേക്ക് പോവുകയാണ്. അപ്പം വെള്ളക്കെട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ആൻറ്റി പറഞ്ഞു ആൻറ്റിക്ക് ഇറങ്ങണമെന്ന്. പക്ഷേ കാലിങ്ങനെയാണല്ലോ എന്ന് ഓർത്ത് കുറച്ച് നേരമൊക്കെ ആ പാറയുടെ മുകളിലൊക്കെ ഇരുന്നു.
നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റിക്കുകയാണ്. അങ്ങനെ കുട്ടികളെയും കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര ആഗ്രഹം വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. കാരണം ഭയങ്കര തണവുണ്ടായിരുന്നു വെള്ളത്തിന്. ഇങ്ങനെ മുങ്ങിക്കെടുക്കാൻ തന്നെ തോന്നിയിരുന്നു. അങ്ങനെ നമ്മൾ ആൻറ്റിനെ വെള്ളത്തിലിറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആൻറ്റിയുടെ ഈ മുറിവ് കവർ ചെയ്യാനായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എവിടുന്നോ സംഘടിപ്പിച്ച് ആൻറ്റിക്ക് അത് കെട്ടിക്കൊടുത്ത് ആൻറ്റിനെ നമ്മളങ്ങനെ ഇറക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമുള്ള സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവുമായിരുന്നു. പക്ഷേ അവിടുത്തെ വൈബ് സൂപ്പറായിരുന്നു. അത്രയ്ക്ക് വെള്ളം, നമ്മൾ ഉദ്ദേശിച്ച അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലൈമറ്റ്, മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാറ്റുണ്ടായിരുന്നു. ആ ഒരു ക്ലൈമറ്റും സൂപ്പറായിരുന്നു. നമ്മൾ വന്ന സമയം നല്ലതായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ കാറ്റൊക്കെ വീശാനായിട്ട് തുടങ്ങി, മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. കുറച്ചൊക്കെ നേരം കഴിഞ്ഞപ്പോൾ കുട്ടാപ്പ് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുട്ടാപ്പിനൊക്കെ വേഗം കയറ്റി ടവലൊക്കെ എടുത്ത് തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് നിർത്തി. അങ്ങനെ ഇടിവെട്ടി മഴ പെയ്യുന്നുള്ള രീതി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് കയറിയത്. അങ്ങനെ നമ്മളപ്പോഴും കയറാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ വലിയ തുള്ളികളായിട്ടാണ് മഴ പെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്നാൽ വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടി തുടങ്ങി. അത് അപകടമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് കയറിയതാണ്. നമ്മൾ കയറിയപ്പോൾ തന്നെ എല്ലാവരും, ചെറിയവരും വലിയവരും എല്ലാവരും കിടന്ന് വിറയ്ക്കുകയായിരുന്നു. അത്രയ്ക്ക് നല്ല തണവായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കുട്ടികളെടുത്ത് വേഗം കയറി. കാരണം ഇനി നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേർ എന്തായാലും നനയുന്നുള്ളത് ഉറപ്പാണ്. എന്നാലും മഴ പെയ്യണേക്കാളും മുൻപ് എവിടേക്കെങ്കിലൊക്കെ കയറി നിൽക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ മഴ ചതിച്ചു ഗൈസ്, ഞങ്ങൾക്ക് മഴ കിട്ടി. അങ്ങനെ നമ്മൾ മഴയത്ത് പിള്ളേരെയും കൊണ്ട് വേഗം ഒരു ചായക്കടയിൽ കയറി നിന്നു. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറയാണ്, നിങ്ങൾ മഴയാണ്, നിങ്ങൾ വേഗം പൊക്കോ, പിള്ളേരുള്ളതല്ലേ. ഇവിടെ കാട്ടാന ഇറങ്ങുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുൻപിലുള്ള വീടിൻ്റെ മതിലൊക്കെ ആന പൊളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പതുക്കെയാണ് നമ്മൾ പോയത്. കാരണം ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ചായയും കുടിച്ചിരിക്കാനായിട്ട് നല്ല രസമല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. വേറെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഓരോ മുറുക്കൊക്കെയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ആ ഒരു ചായ ആസ്വദിച്ചങ്ങോട്ട് കുടിക്കുകയാണ്. പിള്ളേർക്ക് പിന്നെ ചായ വേണ്ട, അവർക്ക് മഴയായാലും വെയിലായാലും വെള്ളത്തിൽ കളിച്ചാൽ മതി എന്നുള്ള വാശിയായിരുന്നു. പക്ഷെ നമ്മളവരെ പിടിച്ച് നിർത്തിയേക്കാണ്. കാരണം ഭയങ്കര ശക്തിയിലായിരുന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തു ഗൈസ്.